ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുക്കുവെട്ട് ചടങ്ങിനായുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ് ഭക്തർ. ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരത്തെ തമ്പാനൂരാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം റോഡിന് ഇരുവശത്തുമായി പൊങ്കാല കലങ്ങൾ കൂട്ടി കാത്തിരിക്കുകയാണ്. ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്, അടുപ്പ് കത്തിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് അമ്മമാർ. പക്ഷെ ഇപ്പോൾ പങ്കുവെക്കാനുള്ള ഒരു കാര്യം, ഇവിടെ മഴ പെയ്യുന്നുണ്ട്, കാര്യമായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. ചാറി ചാറി നിൽക്കുകയായിരുന്നു മഴ. പക്ഷെ ഇവിടെ ഇപ്പൊ നന്നായി മഴ പെയ്യുന്നുണ്ട്. ഈ മഴ ചെറിയ രീതിയിൽ പൊങ്കാല ഇടാൻ വന്ന അമ്മമാരെ, ഭക്തരെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. കാരണം ഈ വശത്തിരിക്കുന്നവർക്ക്, അപ്പുറത്തിരിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ തണലുണ്ട്, മരമുണ്ട്. പക്ഷെ ഇവിടെ കുട പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. ചെറിയ മഴ ഒരാശ്വാസമാണ്, ഈ ചൂടിന് ആശ്വാസമാണ്. പക്ഷെ ഈ മഴ ഒന്ന് കുറച്ചു കടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും ഇവിടെ ഉള്ളവർക്ക്. കാരണം അവരുടെ സാധനങ്ങളൊക്കെ നനയും. അപ്പോ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ചേച്ചി, മഴയാണല്ലോ. മഴയാണ്, തലവേദനക്കിരുന്നാണ് മണ്ടപ്പുറ്റ്. 25 വർഷം കൊണ്ട് അമ്മയടുത്ത് വരുവാണ് തലവേദനയായിക്കൊണ്ട്. ഇപ്പം പ്രശ്നമൊന്നുമില്ല. മഴപ്പേടിയുണ്ടോ? മഴപ്പേടിയില്ല, അമ്മയുണ്ടല്ലോ, പിന്നെന്തിനാ മഴപ്പേടി? ഒരു പേടിയും വേണ്ട. അപ്പൊ മഴ മാറും. അമ്മ മഴ മാറുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ മഴ മാറുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അമ്മേ, മഴയാണല്ലോ. മഴയാണ്. എവിടുന്നാ വരുന്നേ? വാമനപുരം. എന്നിട്ട് മഴയൊക്കെ മാറുമെന്ന് തോന്നുന്നുണ്ടോ? മാറും. അമ്മ നമ്മളെ അങ്ങനെ നനയിപ്പിക്കൂല. ചെറിയ മഴ പെയ്യത്തുള്ളൂ. ഇന്ന് ചെറുതായിട്ട് മഴയ്ക്കത്തുള്ളൂ. അമ്മ പൊടി അടിക്കാതിരിക്കാനാണ് ഈ മഴ ഇങ്ങനെ പെയ്യിപ്പിക്കണം, റോഡിൽ പൊടി അടിക്കാതിരിക്കാൻ. അങ്ങനെയാണല്ലേ? അങ്ങനെ അമ്മ വിശ്വസിക്കുന്നത്? അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എല്ലാ തവണയും തലേദിവസം പെയ്യാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എല്ലാ തവണയൊന്നും പെയ്യൂല. എല്ലാ തവണ നല്ല അന്തരീക്ഷമൊക്കെയാണ്. അമ്മ എന്ന് പൊടി അടിക്കാതിരിക്കാനാണ് ഭക്തജനങ്ങൾ. മഴയെ പോലും പോസിറ്റീവായിട്ട് എടുത്തേക്കുന്നത്. അവിടെ ഒരാള് വാഴ വരുന്നു. വാഴയിലേക്കൊക്കെ ചൂടി നിൽക്കുവാണ്. മഴ നനയുന്നോണ്ട് വാഴയില പിടിച്ചോണ്ട് നിൽക്കുക. പണ്ടത്തെ കാലത്ത് വാഴയിലല്ലേ നമ്മൾ പിടിച്ചോണ്ടിരുന്നത്. അതിപ്പോ ഉപയോഗിക്കേണ്ടതായിട്ട് വന്ന് മഴ പെയ്യൊന്ന് അറിഞ്ഞൂടായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഇപ്പൊ എടുത്ത് പ്രയോഗിക്കേണ്ടി വന്നല്ലേ? മഴ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്ന പഴയ കാലത്തെ മാറി വരുന്നുണ്ട് മഴ. മാറുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം പെട്ടെന്ന് കയറി നിൽക്കാൻ സ്ഥലമില്ല. കയറി നിൽക്കാൻ സ്ഥലമില്ല. പിന്നെ സാധനങ്ങൾ ചൂട്ടും കൊതുമ്പും ഒക്കെ നനയും. കുഴപ്പമില്ല, ദേവി അത് പരിഹരിച്ചോളും, മാറ്റി തന്നു.